ലൈഫില് ഒരേ പാതയിലൂടെ സഞ്ചരിക്കുന്ന രണ്ടുപേര്, നായകനും നായികയും. ഇവരുടെ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ ഏകദേശം ഒരുപോലെയാ. രണ്ടുപേർക്കും ജോലിയില്ല. ജോലി അന്വേഷിച്ച് ചെന്നൈയിലേക്ക് എത്തുന്ന നായകനും നായികയും കണ്ടുമുട്ടുന്നു. ഇവർ രണ്ടുപേരും പ്രണയിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്. ഇവർ രണ്ടുപേരും അവസാനം ലിവിംഗ് റിലേഷൻഷിപ്പിലും എത്തിപ്പെടുന്നു. എന്നാൽ ഈ ഒരു വിവരം ഇവരുടെ രണ്ടുപേരുടെയും വീട്ടുകാരറിയുകയാണ്. ആകെ പ്രശ്നമാകും. എന്നാൽ ഒരു ഘട്ടത്തിൽ നായികയ്ക്ക് ഒരു അപകടം സംഭവിക്കുന്നു. അതോടുകൂടി അവൾ എല്ലാവരെയും മറന്നു പോകുവാനായി തുടങ്ങിയാലോ? പിന്നീട് എന്തൊക്കെ സംഭവിക്കുന്നു എന്നറിയണ്ടേ? നായകന്റെ അവസ്ഥ എന്തായെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം വളരെ മനസ്സ് വേദനിപ്പിക്കുന്ന കപ്പിൾ ഫ്രണ്ട്ലി എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ ചെന്നൈയിലെ ഒരു അപ്പാർട്ട്മെന്റിലെ ടെറസിൽ കിടന്നുറങ്ങുന്ന ഒരു പയ്യനെ കാണിക്കുന്നു. വാടക കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഹൗസ് ഓണറിനെ പേടിച്ചാണ് അവിടെ വന്ന് കിടക്കുന്നതും. അവന്റെ പേരാണ് ശിവ. ഈ ശിവയാണ് നമ്മുടെ കഥാനായകനും. ശിവയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഇന്റീരിയർ ഡിസൈനർ ആകണമെന്നാണ്. മാത്രവുമല്ല സ്വന്തമായിട്ട് ബിസിനസ്സും ചെയ്യണമെന്നും അവന് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ശിവ ചെന്നൈയിലേക്ക് എത്തിയിരിക്കുന്നത്. നാട്ടിലായിരുന്നപ്പോഴോ കുടുംബവുമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയായിരുന്നു. എന്നാൽ അവിടെ വെച്ച് ഒരു പെൺകുട്ടിയുമായിട്ട് ശിവ പ്രണയത്തിലായി. അവളെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുന്നത് കൊണ്ട് തന്നെ ശിവ വേറെ ജോലിക്കൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ആ പെൺകുട്ടി അവൾക്ക് വീട്ടിൽ വേറെ വിവാഹം നോക്കുന്നത് കൊണ്ട് ശിവയ്ക്ക് പ്രത്യേകിച്ച് ജോലിയും ഇല്ലാത്തത് കൊണ്ട് അവന് ബ്രേക്കപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ശിവ ആകെ തകർന്നു പോവുകയാണ്. ശിവയോട് അച്ഛൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, നീ പഠിച്ച പഠിപ്പിന് ഏതെങ്കിലും ജോലിക്ക് പോകുവാനായിട്ട്. പക്ഷേ അവൻ ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞ് തന്നെ നടക്കുന്നു. അച്ഛന്റെ ആ ഒരു ടോർച്ചർ ഒന്നും താങ്ങാനാകാതെയാണ് ശിവ ചെന്നൈയിലേക്കും എത്തിയിരിക്കുന്നത്. ആ ഒരു സീൻ അവിടെ കട്ടായി ഒരു ലേഡീസ് ഹോസ്റ്റലാണ് കാണിക്കുന്നത്. അവിടുത്തെ വാർഡനാണെങ്കിലോ മിത്ര എന്ന പെൺകുട്ടിയെ അന്വേഷിക്കുക. അവളെ ഒരുപാട് വഴക്കം പറയുന്നുണ്ട്. മിത്രയാണ് കഥാനായിക. ശിവയെ പോലെ തന്നെയാണ് മിത്രയും ആന്ധ്രയിൽ നിന്ന് ചെന്നൈയിലേക്ക് എത്തിയിരിക്കുന്നത്. അവൾക്കും സ്വന്തമായിട്ടൊരു ജോലിയൊക്കെ വാങ്ങി നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്നാണ് ആഗ്രഹം. പക്ഷേ വീട്ടിലവൾക്ക് വിവാഹവും നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവൾ ചെന്നൈയിലേക്കും എത്തിയിരിക്കുന്നത്. അവൾക്കും ഇതുവരെയായിട്ടും ജോലിയൊന്നും കിട്ടിയിട്ടേയില്ല. അങ്ങനെ അവൾ ജോലി അന്വേഷിച്ച് നടക്കുന്നു. അതുപോലെ ശിവയും ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. ശിവ ഓരോ മോഡലും വലിയ വലിയ കമ്പനിയിൽ കൊണ്ടുവന്ന് കാണിക്കുന്ന സമയത്ത് അവൻ മുൻപ് ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന്റെ എല്ലാ മോഡലും അവർ റിജക്റ്റ് ചെയ്യുന്നു. ആകെ തകർന്ന അവസ്ഥയിലിരിക്കുകയാണ് ശിവയും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മിത്രയെ അവളുടെ വീട്ടിൽ നിന്നും അച്ഛൻ വിളിച്ച് ഒരുപാട് നിർബന്ധിക്കുകയാണ് നാട്ടിലേക്ക് ചെല്ലുവാനായിട്ട്. മിത്ര ഹോസ്റ്റലിൽ ഒരു ടാപ്പ് പൊട്ടിച്ചതിന് വാർഡൻ അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞതുകൊണ്ട് ആ ഒരു ഹോസ്റ്റൽ വിട്ട് ഇറങ്ങേണ്ടി വന്നു മിത്രയ്ക്ക്. ആ സമയത്തായിരുന്നു അച്ഛൻ നാട്ടിലേക്ക് ചെല്ലുവാനായിട്ടും അവളെ നിർബന്ധിക്കുന്നത്. ഇനി എന്തായാലും അച്ഛൻ നിർബന്ധിക്കുകയല്ലേ, നാട്ടിലേക്ക് പൊയ്ക്കളയാമെന്നും അവൾ കരുതി നാട്ടിലേക്ക് പോകുവാനായും തീരുമാനിക്കും. ബസ് സ്റ്റാൻഡിലേക്ക് പോകുവാനായിട്ട് മിത്ര ഒരു ക്യാബും ബുക്ക് ചെയ്തു. ക്യാബും വരികയാണ്. അതിലെ ഡ്രൈവർ നമ്മുടെ കഥാനായകനായ ശിവയായിരുന്നു. പോകുന്ന വഴിയില് മിത്രയും ശിവയും പരിചയപ്പെടുകയും മിത്ര തന്റെ കാര്യങ്ങളെല്ലാം ശിവയോട് പറയുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ശിവയാണെങ്കിലോ മിത്രയെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നാക്കിയിട്ടാണ് പോകുന്നതും. പോകുന്ന അതേ സമയം തന്നെയായിരുന്നു മിത്ര ശിവയെ കോള് ചെയ്യുന്നത്. ഞാൻ നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അച്ഛൻ എന്തായാലും എന്നെ നിർബന്ധിച്ചൊരു വിവാഹം കഴിപ്പിക്കും. ഞാൻ അച്ഛനോട് ഒരു മാസത്തെ സമയം ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജോലി കണ്ടെത്തണം. എന്നെ വന്ന് തിരികെ കൊണ്ടുപോകണം. നിങ്ങൾ ചോദിക്കുന്ന എത്ര കാശ് വേണമെങ്കിലും തരാമെന്നും മിത്ര പറയുന്നു. അങ്ങനെ ശിവ അവളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവൾക്ക് അന്നേ ദിവസം താമസിക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് ലേഡീസ് ഹോസ്റ്റലിൽ കയറി ഇറങ്ങും. പക്ഷേ എല്ലാ ഹോസ്റ്റലും ഫുള്ളായതുകൊണ്ട് എങ്ങും തന്നെ അവൾക്ക് താമസിക്കുവാനായിട്ട് സ്ഥലം കിട്ടുന്നതേയില്ല. ആകെ ടെൻഷൻ. അന്നേ ദിവസം മുഴുവൻ അവർ അലഞ്ഞു തിരിഞ്ഞു നടക്കും. മിത്രയുടെ കാശിലാണ് അന്നേ ദിവസം മുഴുവൻ ശിവയും ആഹാരം കഴിച്ചു പോകുന്നതും. കാശ് കൊടുക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണ് അവനിങ്ങനെ കൂടെ ചെല്ലുന്നത് കേട്ടോ. ഒടുവിൽ രാത്രിയാകുന്ന സമയത്ത് ഇനിയും അലഞ്ഞു തിരിഞ്ഞിട്ടും ഒരു സ്ഥലവും കിട്ടാത്തത് കൊണ്ട് ശിവ ഒരു ഐഡിയ പറയുന്നു. മിത്രയുടെ കൈവശം എന്തായാലും കാശുണ്ടല്ലോ, ആ ഒരു കാശ് വെച്ച് നമുക്കൊരു വീടെടുക്കാം. ഞാൻ എന്തായാലും താമസിക്കുന്ന സ്ഥലത്തെ ടെറസിലാണ് കിടക്കുന്നത്. വാടക കൊടുക്കാത്തത് കൊണ്ടാ ഞാൻ ടെറസിൽ കിടക്കുന്നത്. ഇനി എനിക്ക് അവിടേക്ക് പോകുവാനായും കഴിയത്തില്ല. നമുക്ക് രണ്ടുപേർക്കും റൂം ഷെയർ ചെയ്യാം. എന്തായാലും ഞാനിപ്പോഴും ടെറസിലല്ലേ കിടക്കുന്നത്. താമസിക്കുവാനായി തുടങ്ങിക്കഴിഞ്ഞാലും ഞാൻ അവിടെ തന്നെ കിടന്നോളാമെന്നും ശിവ പറയുന്നു. പക്ഷേ ഒരു സ്ട്രേഞ്ചറിനൊപ്പം താമസിക്കുവാനായിട്ട് മിത്രയ്ക്ക് വലിയ താല്പര്യമില്ല. ശിവ അവളെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്യുന്നത് പോലെ സംസാരിക്കുന്നു. ഞാൻ എന്തായാലും ടെറസിൽ തന്നെ കിടന്നോളാം. നമുക്ക് രണ്ടുപേർക്കും അവിടെ താമസിച്ചുകൊണ്ട് ജോലി അന്വേഷിക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ വേറെ വഴിയില്ലാതെ മിത്ര അതിന് സമ്മതിക്കുന്നു. മാത്രവുമല്ല നാട്ടിൽ നിന്നും കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അവൾ അവിടെ പിടിച്ചു നിന്ന് ജോലി വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നാട്ടിലേക്ക് പോയി വിവാഹം കഴിക്കേണ്ടി വരും. അത് പേടിച്ച് രണ്ടുപേരും ചേർന്ന് ഒരു വീടെടുക്കുകയാണ്. ശിവ കിടക്കുന്നത് ടെറസിലാണ്, മിത്ര കിടക്കുന്നത് റൂമിലും. അടുത്ത ദിവസം മുതൽ രണ്ടുപേരും ജോലി അന്വേഷിച്ചിറങ്ങുകയാണ്.
മിത്ര ജോലി അന്വേഷിച്ചും ഇറങ്ങുന്നു. ഓർഡർ കിട്ടുമോ എന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ് ശിവയും ഇറങ്ങുന്നത്. പക്ഷേ രണ്ടുപേരും വിചാരിച്ച കാര്യം നടക്കുന്നതേയില്ല. മിത്രയ്ക്കും ജോലി കിട്ടുന്നില്ല. ഓർഡറിന് വേണ്ടിയിട്ട് ചെല്ലുന്ന ശിവയെ എല്ലാവരും റിജക്റ്റും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അന്നേ ദിവസം രണ്ടുപേരും ഒരു കോഫി ഷോപ്പിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. തനിക്കൊരു ഓർഡറും കിട്ടിയില്ല എന്നുള്ള കാര്യം ശിവ പറയും. തനിക്കും ജോലി കിട്ടിയില്ല എന്നും മിത്ര പറയുകയാണ്. മാത്രമല്ല ശിവയുടെ സങ്കടം കണ്ട മിത്ര ശിവയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ ഒരുപാട് നാളായി ഷേവ് ചെയ്തിട്ട് താടിയൊക്കെ ഒരുപാട് വളർന്നു കിടക്കുകയാ. ഒരു കാര്യം ചെയ്, നീ താടിയൊക്കെ ഷേവ് ചെയ്ത് നല്ല ക്ലീനായി അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ധരിച്ച് നിനക്ക് വേണ്ടിയിട്ട് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങണം. അതിൽ നീ നല്ല ആക്റ്റീവ് ആകണം. അപ്പോൾ നീ വിചാരിക്കുന്നത് പോലെ നിനക്ക് ഓർഡറൊക്കെ കിട്ടുമെന്നുള്ള കാര്യവും മിത്ര പറയുന്നു. മിത്ര പറഞ്ഞതുപോലെ ശിവ ഷേവ് ചെയ്ത് വരികയാണ്. ആ രൂപത്തിൽ ശിവയെ കാണുന്ന മിത്ര എവിടെയോ നിന്നെ ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു. കണ്ടിട്ടുണ്ടെന്നും ശിവ പറയുകയാണ്. സത്യത്തിൽ ഇതിനു മുൻപ് രണ്ടുപേരും ഒരു ഹോസ്പിറ്റൽ വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ട്. ആന്ധ്രയാണ് രണ്ടുപേരുടെയും സ്ഥലം. ശിവ തന്റെ ചേട്ടത്തിയുടെ ട്രീറ്റ്മെന്റ് സംബന്ധിച്ച് ഹോസ്പിറ്റലിൽ വന്നപ്പോഴാണ് അവിടെ വെച്ച് മിത്രയെ കാണുന്നത്. അങ്ങനെ അതിനുശേഷം ഒരുപാട് നാളുകൾ കഴിഞ്ഞാണ് വിധി അവരെ രണ്ടുപേരെയും ഇപ്പോൾ ഒരുമിച്ച് ചേർത്തിരിക്കുന്നതും. ആ ഒരു കാര്യമെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല മിത്ര അവന് വേണ്ടിയിട്ട് ഒരു പ്രൊഫൈലും ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു സ്ഥലത്തും എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടല്ലേ അവനെ എല്ലായിടത്തും റിജക്ട് ചെയ്തത്. എന്നാൽ മിത്ര ഒരുപാട് സ്ഥലത്ത് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതും. അങ്ങനെ ആദ്യമായിട്ട് ഒരു കസ്റ്റമറിൽ നിന്ന് കോൾ വരികയാണ്. അടുത്ത ദിവസം കാണണമെന്നും കസ്റ്റമർ പറയുന്നു. മിത്രയ്ക്കും ശിവയ്ക്കും ഒരുപാട് സന്തോഷമായി. നീ കാരണമാണ് എനിക്കിപ്പോൾ ഇത് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നാളെ നീയും കസ്റ്റമറിനെ കാണുവാൻ വേണ്ടിയിട്ട് എന്നോടൊപ്പം വരണമെന്നും ശിവ പറയുന്നു. അങ്ങനെ ശിവയും മിത്രയും അടുത്ത ദിവസം കസ്റ്റമറിനടുത്തേക്ക് എത്തുകയാണ്. എന്നാൽ ശിവ കരുതിയത് ഒരു വലിയ വർക്ക് തന്നെ അവന് കിട്ടുമെന്ന്. പക്ഷേ കിട്ടിയതോ ഒരു ചെറിയ വർക്ക്. അയാളാണെങ്കിൽ ശിവയും മിത്രയെ നേരെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വാഷ് ബേസിനടുത്തേക്കാണ്. ഇതിനടിയിലായിട്ട് ചെറിയൊരു കബോർഡ് അടിച്ചു തരണമെന്നും ശിവയോട് പറയുന്നു. അത് കേട്ട ശിവ, ഇത് ചെയ്യാനാണോ ഞാൻ ഇതുവരെ വന്നത് എന്ന മട്ടിൽ ചിന്തിക്കുമ്പോൾ, നീ നോക്ക്, ഇതൊരു ചെറിയ വർക്കാണെന്ന് നീ കരുതരുത്. നിനക്ക് ആദ്യമായിട്ട് കിട്ടിയ വർക്കാണ് ഇത്. സന്തോഷത്തോടു കൂടി നീ ചെയ്തു കൊടുക്കണം. ഇനി ഇത് കഴിയുമ്പോൾ നിനക്ക് ഒരുപാട് വർക്ക് വന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് മിത്ര അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നു. മിത്ര പറഞ്ഞതനുസരിച്ച് ചെറിയ കബോർഡിന്റെ വർക്ക് ചെയ്യുവാനായിട്ട് ശിവ തന്റെ ടീമിനെ ഏർപ്പാടാക്കുകയാണ്. എന്നാൽ അവിടേക്ക് വന്ന അവന്റെ ടീം, ഈ ചെറിയ കബോർഡ് ചെയ്യാനാണോ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് എന്ന മട്ടിലാണ് അവനോട് ചോദിക്കുന്നത്. അങ്ങനെ അവർ ആ ഒരു വർക്ക് നന്നായിട്ട് ചെയ്തു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത കസ്റ്റമറിൽ നിന്നും അവന് കോൾ വരികയാണ്. അയാളാണെങ്കിലോ അവനെ കൊണ്ടുവന്ന് കാണിക്കുന്നത് വലിയൊരു വീടാണ്. ഈ വീടിന്റെ മുഴുവൻ ഇന്റീരിയർ വർക്കും നീ തന്നെ ചെയ്യണമെന്നും അയാൾ പറയുന്നു. അത് കേട്ടതും അവന് ഒരുപാട് സന്തോഷമാവുകയാണ്. ഞാൻ ഈ ഒരു വർക്ക് നിനക്ക് തരുവാനായിട്ട് കാരണം നിന്റെ പ്രൊഫൈൽ ചെക്ക് ചെയ്ത സമയത്ത് എനിക്കറിയാവുന്ന ഒരാള് നിന്റെ വർക്കിന് 5 സ്റ്റാർ തന്നിട്ടുണ്ട്. അതാ ഈ ഒരു വർക്ക് നിനക്ക് തരുവാനായിട്ട് ഞാൻ തീരുമാനിച്ചതെന്നുമാണ് ആ വർക്ക് കൊടുക്കുന്ന ആൾ പറഞ്ഞതും. അത് കേട്ടതും അവൻ ഒരുപാട് സന്തോഷമാകുന്നു. അപ്പോൾ ശിവയ്ക്ക് ഒരു കാര്യം മനസ്സിലാകും. വലിയ വർക്കോ ചെറിയ വർക്കോ നമ്മൾ ചെയ്തു കൊടുക്കുന്ന വർക്ക് വൃത്തിയായിട്ട് ചെയ്യണം. നമ്മുടെ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇനിയും ഇനിയും വർക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്നും മിത്ര പറഞ്ഞ ആ ഒരു വാക്കുകളെല്ലാം അവൻ ഓർക്കുന്നു. മിത്ര തന്റെ ലൈഫിൽ വന്നതിന് ശേഷമാണ് അവൻ ഇങ്ങനെ ഒരു മാറ്റമുണ്ടാകുവാനായിട്ട് കാരണമെന്നും അവൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ ശിവയ്ക്ക് ആ പുതിയൊരു വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു എമൗണ്ട് തന്നെ അവന്റെ കയ്യിലേക്കും വരുന്നു. ഇത്രയും നാള് അവൻ ചെന്നൈയിൽ വന്ന് ചുറ്റിത്തിരിഞ്ഞ് നടന്നിട്ട് ഇപ്പോഴാണ് അവൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നത്. മിത്ര തന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത് കൊണ്ട് തന്നെ മിത്രയുമായിട്ട് അവൻ കൂടുതൽ അടുക്കുന്നു. അവസാനം ആ ഒരു അടുപ്പം പ്രണയത്തിലേക്കും എത്തുകയാണ്. രണ്ടുപേരും സന്തോഷത്തോടു കൂടി പ്രണയിച്ച് ജീവിക്കുവാനായും ആരംഭിക്കുന്നു. ശിവ ആഗ്രഹിച്ചതുപോലെ അവന്റെ ജീവിതം മാറിയപ്പോൾ മിത്ര ആഗ്രഹിച്ചതുപോലെ അവളുടെ ജീവിതം മാറിയില്ല. കാരണം ഇത്രയും നാളായിട്ടും അവൾ ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. അവൾക്ക് ജോലി കിട്ടിയതുമില്ല. മിത്ര ആകെ ഡിപ്രഷനിലേക്ക് പോവുകയുണ്ടായി. എന്നാൽ ഇതേ ചൊല്ലി രണ്ടുപേരും തമ്മിൽ വഴക്കിടുകയാണ്. കാരണം ശിവ ചോദിക്കുന്നത്, നിനക്ക് ഈ ഒരു IT കമ്പനിയിൽ ജോലിക്ക് വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് സങ്കടപ്പെട്ട് നടക്കുന്നത്? എന്നാൽ അത് കേട്ടതും മിത്രയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നു. അവളുടെ ജോലിയെ വിലക്കുറച്ച് കണ്ടതുപോലെയായിരുന്നു അവന്റെ സംസാരവും. അത് കേട്ട് ദേഷ്യം വന്ന മിത്ര അവനെയും വഴക്ക് പറയുകയാണ്. രണ്ടുപേരും വഴക്കിട്ട് പിരിയുകയാണ്. എന്നാൽ കുറച്ചു കഴിഞ്ഞതും മിത്ര വഴക്കിട്ട് പോയതുകൊണ്ട് ശിവയ്ക്ക് വല്ലാതെ സങ്കടം. അവൻ മിത്രയെ സമാധാനിപ്പിക്കുവാനായിട്ട് നേരെ വീട്ടിലേക്കെത്തി. രണ്ടുപേരും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഒത്തുതീർപ്പാക്കുവാനായി ശ്രമിക്കുന്ന സമയം തന്നെയായിരുന്നു വീട്ടിലാരോ കോളിംഗ് ബെൽ അടിക്കുന്നത്. ചെന്ന് നോക്കുമ്പോഴോ മിത്രയെ കാണുവാനായിട്ട് അവളുടെ അച്ഛനും അമ്മയും ചെന്നൈയിലേക്ക് എത്തിയിരിക്കുന്നു. അച്ഛനെയും അമ്മയും കണ്ടതും മിത്ര വല്ലാതെ ടെൻഷനാകുവാനായും തുടങ്ങി. ശിവയോട് എത്രയും വേഗം എവിടെയെങ്കിലും പോയി ഒളിക്കണമെന്നും മിത്ര പറയുന്നു. അതനുസരിച്ച് ശിവ ഒരു സ്ഥലത്ത് പോയി ഒളിക്കുകയാണ്. അച്ഛനും അമ്മയും അകത്തേക്കും കടക്കുന്നു.
അകത്തേക്ക് കയറിയ അച്ഛൻ അകത്ത് കിടക്കുന്ന ഒരു പുരുഷന്റെ ചെരുപ്പ് കാണുന്നു. അത് കണ്ടതും അച്ഛന് തന്റെ മകൾ അവിടെ ഒരു പുരുഷനൊപ്പമാണ് താമസിക്കുന്നതെന്ന് മനസ്സിലായി. ഉടനെ തന്നെ അച്ഛൻ പ്രശ്നമുണ്ടാക്കുകയും ശിവയെ കൈയോടുകൂടി പൊക്കുകയും ചെയ്തു. അതോടുകൂടി വലിയ പ്രശ്നമാവുകയാണ്. ശിവയും ഇത്രയും പ്രണയത്തിലായതിൽ പിന്നെ ലിവിംഗ് റിലേഷൻഷിപ്പിലാണെന്ന് അച്ഛൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ രണ്ടു വീട്ടുകാരും ഒരുമിച്ച് ഈ ഒരു പ്രശ്നം സംസാരിക്കുവാനായും തീരുമാനിക്കുന്നു. അങ്ങനെ ചെന്നൈയിലേക്ക് എത്തിയ ശിവയുടെ അച്ഛനാണെങ്കിലോ അവരുടെ രണ്ടുപേരുടെയും പ്രണയത്തിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ മിത്രയുടെ അച്ഛനാണെങ്കിൽ ഇനി എന്തെന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല എന്ന് തന്നെ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ശിവയെ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ഒരുപാട് അപമാനിക്കും വിധമാണ് സംസാരിക്കുന്നത്. എന്റെ മകൾ നല്ല കുടുംബത്തിൽ പിറന്ന കുട്ടിയാണ്, നീയാണ് അവളെ ഇങ്ങനെ ആക്കിയതെന്ന് പറഞ്ഞാണ് അവനെ ഒരുപാട് വഴക്ക് പറയുന്നത്. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ ഒരു വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് തന്റെ മകളെയും കൂട്ടി അച്ഛനും അമ്മയും അവിടെ നിന്ന് പോകുന്നു. നാട്ടിലേക്കും ഇത്രയെ കൊണ്ടുവന്നിട്ട് മറ്റൊരു പയ്യനുമായിട്ട് വിവാഹം ഉറപ്പിക്കുകയാണ്. ഇനി എന്തെന്നൊക്കെ പറഞ്ഞാലും ഈ പയ്യനുമായിട്ട് നിന്റെ വിവാഹം നടത്തും, നീ അതിനെതിരെന്നും പറയാതെ ഞാൻ പറയുന്നത് അനുസരിക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ അവളെ വിരട്ടിയിട്ടാണ് പോകുന്നതും. എന്ത് ചെയ്യുമെന്നറിയാത്ത അവസ്ഥയായിരുന്നു മിത്രയ്ക്ക്. ഒരു ദിവസം വീടിന്റെ ടെറസിന് മുകളിൽ നിന്ന് അവൾ എന്തോ ചിന്തിച്ചുകൊണ്ട് നിൽക്കവേ പെട്ടെന്ന് തന്നെ മിത്രയ്ക്ക് തലകറക്കമുണ്ടാകുന്നു. തലകറങ്ങി അവൾ ടെറസിൽ നിന്നും താഴേക്ക് വന്ന് വീഴുകയാണ്. അവളുടെ ബോധവും പോകുന്നു. ഉടനെ തന്നെ അച്ഛനും അമ്മയും അവളെ ഹോസ്പിറ്റലിലേക്കും എത്തിക്കുകയാണ്. മിത്രയുടെ കണ്ടീഷൻ അല്പം സീരിയസ് ആണ്. വിവരമറിഞ്ഞതും ഉടനെ തന്നെ ശിവയും ശിവയുടെ അച്ഛനും അമ്മയും എല്ലാം ചെന്നൈയിലേക്കും എത്തുന്നു. മിത്രയെ കാണുവാനായിട്ട് ശിവ എത്തുകയാണ്. മിത്രയുടെ ആ ഒരു അവസ്ഥ കണ്ട് അവൻ ആകെ തകർന്നു പോകുന്നു. മിത്രയെ ചികിത്സിച്ച ഡോക്ടർ പറയുന്നത് മിത്രയുടെ ബ്രെയിൻ ഒരു സീരിയസ് കണ്ടീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൾക്കിപ്പോൾ തലകറക്കം ഉണ്ടായതും. പതിയെ പതിയെ അവളുടെ ഓർമ്മ നഷ്ടമാകും. അവൾ അവസാനം മരണത്തിലേക്കാണ് പോകുന്നത്. ഇതുണ്ടാകുവാനായിട്ട് കാരണം ടെൻഷനും ആൻസൈറ്റിയും ഡിപ്രഷനുമാണെന്നും ഡോക്ടർ പറയുന്നു. രക്ഷിക്കുവാനായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്നതും ശ്രമിക്കാമെന്നും ഡോക്ടർ പറയുന്നു. അത് കേട്ട് അച്ഛനും അമ്മയും ശിവയും ഒക്കെ ആകെ തകർന്നു പോകുന്നു. പിന്നീട് അങ്ങോട്ട് ഹോസ്പിറ്റലിലായിരുന്ന മിത്രയുടെ കാര്യങ്ങളെല്ലാം അവളുടെ അച്ഛനും അമ്മയും ശിവയും ഒക്കെ നിന്നാണ് നോക്കുന്നതും. അങ്ങനെ മിത്രയ്ക്ക് ബോധം വരികയാണ്. ശിവയെ കാണുന്നതും മിത്ര പുഞ്ചിരിക്കുന്നു. എന്നിട്ട് ശിവയോട് ഒരു ഹഗ് ചോദിക്കുകയാണ്. മിത്ര എത്രത്തോളം ലോയായും ടെൻഷനായും നിൽക്കുന്ന സമയമെല്ലാം അവൾ ശിവയെ ഹഗ് ചെയ്യും. അപ്പോഴാണ് അവൾ ഏകദേശം ഓക്കെ ആകുന്നതും. അതുപോലെ തന്നെ മിത്ര വീണ്ടും ശിവയെ ഹഗ് ചെയ്യുന്നു. അപ്പോൾ അവൾക്ക് സമാധാനമാവുകയാണ്. രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. എന്നാലും മിത്രയുടെ ഈ ഒരു കണ്ടീഷനൊക്കെ ഓർത്ത് ശിവയ്ക്ക് നല്ല ടെൻഷനുണ്ട്. പക്ഷേ ആ ഒരു കാര്യമൊന്നും ശിവ മിത്രയോട് പറഞ്ഞിട്ടേയില്ല. ദിവസങ്ങൾ കഴിയും തോറും മിത്ര വല്ലാതെ ക്ഷീണിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. എന്നാൽ ഒരു ദിവസം നോക്കിയപ്പോൾ മിത്രയും കാണുന്നില്ല, ശിവയും കാണുന്നില്ല. ശിവയുടെ അച്ഛനും അമ്മയും മിത്രയുടെ അച്ഛനും അമ്മയും അവരെ അവിടെ ആകെ അന്വേഷിക്കുന്നു. എന്നാൽ അവർ രണ്ടുപേരും പോയിരിക്കുന്നത് കേരളത്തിലേക്കാണ്. എന്തിനാണ് ശിവ മിത്രയെ കേരളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാൽ സത്യത്തിൽ ഹോസ്പിറ്റലായിരുന്ന മിത്ര തന്റെ കണ്ടീഷനെ കുറിച്ച് അറിഞ്ഞിരുന്നു. ഏത് നിമിഷവും തനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവൾ ശിവയോട് പറയുന്നത്, ഞാൻ ഇനിയും ഈ ഹോസ്പിറ്റൽ കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും മരിക്കും. മരിക്കുന്നതിന് മുൻപ് എനിക്ക് നല്ല മെമ്മറീസ് കളക്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഈ ഹോസ്പിറ്റലിൽ നിന്നും എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്നും മിത്ര ശിവയോട് പറയുന്നു. അങ്ങനെയാണ് ശിവ മിത്രയും കൂട്ടി കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. രണ്ടുപേരും എങ്ങനെയാണോ ചെന്നൈയിൽ ചുറ്റിത്തിരിഞ്ഞ് സന്തോഷത്തോടു കൂടി നടന്നത്, അതുപോലെ തന്നെ കേരളത്തിലും അവർ എൻജോയ് ചെയ്ത് നടക്കുകയാണ്. ഓരോ ദിവസവും കേരളത്തിലെ ഓരോ സ്ഥലത്തിലേക്കാണ് മിത്രയെ അവൻ കൊണ്ടുപോകുന്നത്. രണ്ടുപേരും ഒരുപാട് ഹാപ്പിയായിരുന്നു. എന്നാൽ ഒരു ദിവസം ഒരു മാർക്കറ്റിൽ വെച്ച് മിത്രയെ കാണുന്നില്ല. അവൻ അവിടെ മാകെ മിത്രയെ അന്വേഷിക്കും. പക്ഷേ എവിടെ പോയെന്ന് ശിവയ്ക്ക് അറിയാൻ വയ്യ. ശിവ വല്ലാതെ ടെൻഷനാകുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ മാർക്കറ്റിന്റെ ഒരു അറ്റത്ത് മിത്ര നിൽക്കുന്നതായിട്ട് ശിവ കാണുന്നു. മിത്രയ്ക്കടുത്തേക്ക് ചെല്ലുന്ന സമയത്തോ അവൾ എല്ലാ കാര്യങ്ങളും മറന്നുപോയിരുന്നു. എല്ലാം മറന്നാണ് എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിന്നതും. അവിടേക്ക് എങ്ങനെയാണ് താൻ വന്നതെന്ന് പോലും മറന്നാണ് മിത്ര നിൽക്കുന്നത്. അത് മനസ്സിലാക്കി ശിവ മിത്രയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. മിത്രയുടെ അവസ്ഥ മനസ്സിലാക്കി സങ്കടപ്പെട്ട് നിൽക്കുന്ന ശിവ അതൊന്നും പുറമേ കാണിക്കാതെയാണ് അവളോട് പെരുമാറുന്നതും. അവളെ വീണ്ടും സന്തോഷത്തോടു കൂടി തന്നെ അവൻ കൊണ്ടു നടക്കുന്നു. അങ്ങനെ മിത്രയാണെങ്കിലോ താൻ എന്തായാലും എല്ലാ കാര്യങ്ങളും മറന്നു പോകുമെന്ന് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും ഒരു ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുകയാണ്. പിന്നീടുള്ള ദിവസങ്ങളെല്ലാം അവൾ വീണ്ടും പഴയതുപോലെ എൻജോയ് ചെയ്യുന്നു. അങ്ങനെ അവൻ വീണ്ടും തിരിച്ച് മിത്രയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. മിത്രയെ ചെക്ക് ചെയ്ത ഡോക്ടർ മിത്രയുടെ കണ്ടീഷൻ വളരെ മോശമായി കൊണ്ടിരിക്കുക, ഏത് നിമിഷവും എന്ത് സംഭവിക്കാം, അവൾ എല്ലാവരെയും മറന്നു പോകുമെന്നും ഡോക്ടർ പറയുകയാണ്. മിത്രയ്ക്ക് ട്രീറ്റ്മെന്റും കൊടുക്കുന്നു. എന്നാൽ അതേസമയവും ശിവയുടെ മനസ്സിൽ അവൾ ആരെ മറന്നാലും എന്നെ മറക്കില്ല എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻസോട് കൂടി മിത്രയ്ക്ക് മുന്നിലേക്ക് ചെന്ന് നിൽക്കുമ്പോഴോ മിത്ര അവനെയും മറന്നിരുന്നു. അത് താങ്ങാനാകാതെ ശിവ പൊട്ടിക്കരയുകയാണ്.
ശിവയ്ക്കടുത്തേക്ക് അത്രയും നാൾ ശിവയെ വെറുത്തിരുന്ന മിത്രയുടെ അച്ഛൻ വരികയാണ്. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ എന്തായാലും ഒരുപാട് വേദനിപ്പിച്ചു. ഞാൻ അങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ലായിരുന്നു. എൻ്റെ മകളുടെ അവസാന സമയത്ത് അവളെ ഏറ്റവും കൂടുതൽ സന്തോഷത്തിൽ നോക്കിയിരുന്നത് നീയാണ്. ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അച്ഛൻ അവനെ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നു. പോകെ പോകെ മിത്ര ശിവയും ചേർത്ത് എല്ലാവരെയും മറന്നിരുന്നു. അതൊന്നും താങ്ങാനാകാതെ ഇരിക്കുകയാണ് ശിവ. ശിവയ്ക്കടുത്തേക്ക് എത്തുന്ന ശിവയുടെ അച്ഛൻ അവനോട് പറയുന്നത്, ഇത്രയും നാള് അവളുടെ ഏറ്റവും അവസാന സമയത്തും നീ അവളെ നന്നായിട്ട് നോക്കി. അവൾ യഥാർത്ഥത്തിൽ ലക്കിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്നും അച്ഛൻ അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അങ്ങനെ കുറേ നാളുകൾ കടന്നുപോയി. പിന്നീട് കാണിക്കുന്നത് ഒരു ശ്മശാനത്തിലെ വലിയൊരു മരം. ആ മരത്തിന് മുകളിൽ രണ്ട് കുരുവികളിരുന്ന് കൂട് കെട്ടുന്നതാണ് കാണിക്കുന്നത്. അതിന് താഴെയായിട്ട് ഒരു വലിയ കല്ലറയും. ആ കല്ലറയിലാണ് ഇപ്പോൾ മിത്ര ഉറങ്ങുന്നതും. അതെ, മിത്ര മരണപ്പെട്ടിരിക്കുന്നു. മിത്രയുടെ ഓർമ്മകളുമായി ജീവിക്കുകയാണ് ശിവ. അവൾ എഴുതി വെച്ചിരുന്ന ആ ഒരു ബുക്കില്ലേ, അതും വായിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശിവ ഇരിക്കുന്നതും. അവളുടെ ഓർമ്മകളും കൊണ്ട് ജീവിക്കുവാനായിട്ടാണ് ഇനി ശിവ തീരുമാനിക്കുന്നതും. ശിവ നേരെ വരുന്നത് മിത്രയും ശിവയും ലിവിംഗ് റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ താമസിച്ചിരുന്ന ഒരു വീടില്ലേ, അവിടേക്കാണ്. അവിടുത്തെ ചുമരിലാണെങ്കിൽ ഗുഡ് ബൈ എന്ന് മിത്ര എഴുതി വെച്ചിരിക്കുന്നതും ശിവ കാണുന്നു. ആ ഗുഡ് ബൈക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. മനുഷ്യന്മാരുടെ ലൈഫില് പെട്ടെന്നുള്ള വിടപറച്ചിലൊക്കെ അവർ സഹിക്കേണ്ടി വരും. നമ്മുടെ കൂടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ പെട്ടെന്നൊരു ദിവസം ഇല്ല എന്ന് പറയുന്നതല്ലേ ലൈഫിലെ ഏറ്റവും വലിയ വേദന. നമ്മുടെ കൂടെയുള്ളവരുമായിട്ട് എത്രത്തോളം സന്തോഷമായിട്ട് ജീവിക്കാൻ കഴിയോ, നമ്മൾ സ്നേഹിക്കുന്നവരെ എത്രത്തോളം നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയോ അത്രത്തോളം ചേർത്ത് പിടിക്കുക. എല്ലാവരും എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.